വേനൽ മഴയ്ക്കൊപ്പമെത്തിയ ശക്തമായ കാറ്റിൽ ഇടുക്കി പന്നിയാറുകുട്ടിയിൽ വ്യാപക നാശനഷ്ടം. കൊള്ളിമല സെന്റ് മേരീസ് യു പി സ്കൂളിന്റെ 400ഓളം ഓടുകൾ കാറ്റിൽ പറന്നുപോയി. അധ്യാപകർ കുട്ടികളെ തൊട്ടടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടത്തിലേക്ക് മാറ്റിയതിനാൽ ആളപായമുണ്ടായില്ല. മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ ഒടിഞ്ഞു വീണും കൃഷിനാശവും ഉണ്ടായി. മരം ഒടിഞ്ഞു വീണ് ഒരു വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ആദ്യം ഒരു പ്രതികരണം കാണാം. ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് മഴയോടുകൂടി അതിശക്തമായ കാറ്റെന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റാണ് അടിച്ചേക്കുന്നത്. അതടിച്ച് മുറ്റത്ത് നിന്ന് വെട്ടിക്കൊണ്ടിരുന്ന റബ്ബർ വിലയുടെ മുഖത്തേക്ക് അടിച്ച് വീഴിച്ചു. പറമ്പുണ്ടായിരുന്ന കായ്ച്ചുകൊണ്ടിരുന്ന ജാതി, ഏലം, കപ്പുലാവ്, അങ്ങനത്തെ എല്ലാ കൃഷി അങ്ങനത്തെയുള്ള വൃക്ഷങ്ങളെല്ലാം പെടുത്തി ഇട്ടിരിക്കുകയാണ് പറമ്പിലേക്ക്. ഒരു അതിഭയങ്കരമായ എൻ്റെ ജീവിതത്തിൽ ഇതുകൊണ്ട് കാറ്റ് കണ്ടില്ല. ആ ചുഴലിക്കാറ്റ് അടിച്ചതിപ്പോൾ. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, വിശദാംശങ്ങൾ. രാഹുൽ. രജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വ്യാപകമായിട്ടുള്ള മഴയും കാറ്റുമായിരുന്നു ഈ രാജാക്കാട് മേഖലയിൽ ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വ്യാപക നാശനഷ്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ തന്നെ പന്നിയാർകുട്ടി കൊള്ളിമല സെന്റ് മേരീസ് യു പി സ്കൂളിലെ നാശനഷ്ടം, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ അപകടമാണ് നമുക്ക് ആശങ്കപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്. സ്കൂളിന്റെ 400 ഓടുകൾ ആ കാറ്റിൽ പറന്നുപോയി. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം ഈ കുട്ടികൾക്ക് അവധി കൊടുത്തിരുന്നുകൊണ്ട് ഇന്ന് പ്രവൃത്തി ദിനമായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കാനായി പോയ സമയത്താണ് ഈ ഓടുകളൊക്കെ പറന്നുപോയത് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമായിരുന്നു. മാത്രമല്ല, ഉടൻ തന്നെ ഇവരെ ഈ തൊട്ടടുത്തുള്ള പള്ളി വക കെട്ടിടത്തിലേക്ക് കുട്ടികളെ മാറ്റുകയും ചെയ്തു. അതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കുട്ടികൾക്കുണ്ടായില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ സ്കൂളിനോട് ചേർന്നുള്ള, ഈ പള്ളിയോട് തൊട്ട് ചേർന്നുള്ള ഒരു വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല, ഈ കാറ്റായിരുന്നു ഒരു ലക്ഷ്യമില്ലാതിരുന്നത്. ആ പ്രദേശത്തുള്ള വീടുകൾക്കൊക്കെ ഈ കാറ്റുകൊണ്ട് വ്യാപകമായിട്ട് നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കൃഷിയിടങ്ങളിലൊക്കെ വലിയ തരത്തിൽ മരം ഒടിഞ്ഞു വീണ് കൃഷിവിളകളൊക്കെ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. നിലവിൽ മഴ മാറി ശാന്തമായിട്ടുണ്ട് അന്തരീക്ഷം എന്നുള്ളതാണ് പ്രധാനം. ശരി, രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അതിശക്തമായ കാറ്റാണ് അനുഭവപ്പെട്ടത്. അവിടെ സ്കൂളിൻ്റെ മേൽക്കൂര എന്ന നിലയിലുള്ള ഓടുകളൊക്കെ പാറിപ്പോകുന്നു. വീടുകൾക്ക് മുകളിലേക്ക് മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. രാഹുൽ വിജയൻ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.